റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള ഓവനിലും ഓവൻ ഇല്ലാതെയും ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ ആദ്യം 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്തതോ അത് നിങ്ങളുടെ ഇഷ്ടം. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കേണ്ടത്, തണുത്തതൊന്നും എടുക്കരുത്. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പും 1/3 കപ്പും കേക്ക് ഫ്ലോർ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ സാൾട്ട്, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് അരച്ച് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. കട്ടയൊക്കെ ഉള്ളത് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകളും ചേരുവകളും കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാതിരിക്കുക, അപ്പോൾ നിങ്ങളുടെ കേക്കിന് നല്ലൊരു ബ്രൈറ്റ് കളർ ഉണ്ടാവില്ല. കുറച്ച് ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡർ എടുക്കുക. പിന്നെ ഞാനിവിടെ 2 ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അത് ഒരെണ്ണം ഓവനിലും ഒരെണ്ണം ഓവനില്ലാതെയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ഓവനിലാണെങ്കിൽ ഓവനിൽ, അല്ലെങ്കിൽ ഓവനില്ലാതെ ആണെങ്കിൽ 7 ഇഞ്ചിൻ്റെ ഒരൊറ്റ പാൻ എടുത്താൽ മതി. എന്നിട്ട് കേക്ക് കട്ട് ചെയ്താൽ മതി. ഞാനിതിപ്പോൾ 2 മെത്തേഡിലും കാണിക്കാൻ വേണ്ടിയിട്ട് 2 പാൻ എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. അതൊന്ന് ഗ്രീസ് ചെയ്ത് അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1/4 കപ്പ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടറാണ്. സാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം സാൾട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. സാധാരണ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൊടിച്ച് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ആ ബട്ടറും പഞ്ചസാരയും നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരു വിസ്കോ അതല്ലെങ്കിൽ ഒരു മരത്തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഓയിൽ മാറ്റാവുന്നതാണ്. വെളിച്ചെണ്ണ പോലുള്ള ഓയിലുകളൊക്കെ യൂസ് ചെയ്യാതിരിക്കുക, കാരണം അതൊരു ഫ്ലേവറുള്ള ഓയിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കേക്കിന് വരും. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബട്ടർ മിൽക്ക് അത് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി കിട്ടും. നമുക്ക് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലോർ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുൻപായിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർത്തിട്ടുള്ളത്. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഫ്ലോർ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായി വരുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ മതി. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓരോ തവണ ഇടുന്നതും നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം മാത്രം അടുത്തത് ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അരോമാറ്റിക്കിൻ്റെ റാസ്ബെറി റെഡാണ് ചേർക്കുന്നത്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് കളറിൻ്റെ ക്വാണ്ടിറ്റി മാറ്റി കൊടുക്കാം. ഇനി ഞാനിത് ബാറ്റർ 2 പാനിലേക്കായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈക്വൽ തിക്നെസ്സിലുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അളന്നിട്ടാണ് മാറ്റുന്നത്. നിങ്ങൾ ഒരു പാൻ വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. 2 രീതിയിലും ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ താവി വെച്ചിട്ട് അങ്ങനെ അളന്നിട്ട് അങ്ങനെയും ചെയ്യാം.
അപ്പോൾ ഒരെണ്ണം ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. മറ്റേത് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക നിങ്ങൾ എനിക്കറിഞ്ഞൂടാ, അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു പാത്രമാണ് അലുമിനിയത്തിൻ്റെ. എന്നിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണിത്. ഓവനിൽ ചെയ്യുമ്പോൾ 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് അവനിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനകത്ത് 30 മിനിറ്റാണ് ചെയ്യേണ്ട സമയം. ഇതിപ്പോൾ ഞാനിപ്പോൾ കുത്തി നോക്കുന്നത് ഓവനിൽ ചെയ്തത്, രണ്ടാമത് കുത്തിയിട്ടുള്ളത് ഓവനില്ലാതെ ചെയ്തതാണ്. ഓവനിൽ ചെയ്തതിൻ്റെ മുകൾ ഭാഗം ഫ്ലാറ്റാണ്, മറ്റേത് കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിട്ടാണുള്ളത്. സൈഡിൽ നിന്നൊക്കെ ഒന്ന് വെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. ഇതിനു മുൻപ് ഞാനൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ചെയ്യാം, കാരണം അത് ജിനേസ് ടൈപ്പിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇതിപ്പോൾ അമേരിക്കൻ സ്പഞ്ച് കേക്കിൽ ടൈപ്പിൽ വരുന്ന ഒരു ബേസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായി തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള ക്രീം റെഡിയാക്കിയെടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ 200 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ നല്ല തണുപ്പുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1/4 കപ്പ് ചേർത്ത് പിന്നെ 1/4 കപ്പ് കൂടെ അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. മൊത്തം 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർത്തിട്ടില്ല. ക്രീം ചീസിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ. എനിക്ക് ക്രീം ചീസിൻ്റെ ഈ ഒരു ഫ്ലേവറാണ് ഇഷ്ടമുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. നിങ്ങൾക്ക് ഇനി വാനിലയുടെ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനിലയുടെ എസൻസോ അതല്ലെങ്കിൽ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വന്നാൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമും ഇതുമായിട്ട് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ വെച്ചിട്ട് അടിക്കരുത് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഇനി ബീറ്റർ ഉപയോഗിക്കരുത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മൾ ഓവൻ ഇല്ലാതെ തയ്യാറാക്കിയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്ലാറ്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അത്രയും നമുക്കിതിൽ ആവശ്യമുള്ളൂ, കാരണം ഇത് നല്ല മോയ്സ്ചറായിട്ടുള്ള കേക്കാണ്. ശരിക്കും ഷുഗർ സിറപ്പിൻ്റെ ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല അത് ചെയ്യണമെന്നുള്ള. അല്ലാതെ തന്നെ സോഫ്റ്റാണ്, മോയ്സ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ മിഡിലിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്രീം വെച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയർ വെച്ചിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. സൈഡിലൊക്കെ ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് സ്മൂത്താക്കി എടുക്കുക. എഡ്ജസൊക്കെ ഒന്ന് വടിച്ച് ലെവലാക്കി എടുക്കാം. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര നീറ്റായിട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒലിച്ച് പോകും, പിന്നെ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതൊന്നൊരു പ്രശ്നമല്ല. അത് ഒരു 2-3 തവണയൊക്കെ ചെയ്യുമ്പോൾ ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഭാഗം പൊടിച്ചത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് വെച്ച കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് അരിപ്പയിൽ വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്തതാണ്. കേക്ക് ചരിച്ച് പിടിച്ചിട്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് അങ്ങ് ഒഴിവാക്കാം. ബേസും അതുപോലെ ബോർഡൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ക്രീം വെച്ചിട്ടൊന്ന്
പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ സൈഡിലും അടിഭാഗത്ത് ബോട്ടത്തിൽ ഒന്ന് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഷെൽ ബോർഡർ വെച്ചതാണ്. മുകളിൽ സ്വിൽസാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അവനവൻ്റെ മാത്രം ഐഡിയക്കനുസരിച്ച് അവനവന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേക്ക് ഇരിക്കുന്നത്. വളരെ സിമ്പിളാണ്. പിന്നെ ഇപ്പോൾ മോഡേൺ ടൈപ്പിൽ വരുമ്പോൾ നമുക്കിതിൽ ഗ്ലേസ് ജെല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ 1 kg കറക്റ്റ് വരുന്ന ഒരു കേക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. 1 kg ഉള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല റേറ്റ് തന്നെ വാങ്ങിക്കാൻ പറ്റും. കാരണം ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ്. സാധാരണ ഒരു നോർമലായിട്ടുള്ള ഇതിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്പി വെച്ച് ചെയ്താൽ മതി. അതാകുമ്പോൾ വളരെ സിമ്പിളാണ്. ഇൻഗ്രീഡിയൻറ്റ് വളരെ കുറവാണ്. മെത്തേഡും വളരെ സിമ്പിളാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഓവൻ ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് ടീൻ അതിനകത്ത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുകൾ ഭാഗം ഒന്നും ഒട്ടിപ്പിടിക്കില്ല എന്ന് മാത്രമല്ല, ചിലർക്കൊക്കെ എങ്കിലും കളറ് ഒന്ന് മിസ്സാകുന്ന, ഒരു അടിയിൽ കളറില്ലാതെ മുകളിൽ മാത്രം വരുന്ന പ്രശ്നം ഉണ്ടാവും. ആ ഒരു പ്രശ്നം ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.